ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ് വണ്ടിയുടെ പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് വന്നായിരുന്നതാണ്. അപ്പോൾ കാർബറേറ്ററിൻ്റെ പ്രശ്നമായിരുന്നു. കാർബറേറ്റർ അസംബ്ലി നമ്മൾ മാറ്റി പുതിയത് വെച്ചിട്ടുണ്ട്. പുതിയ കാർബറേറ്റർ അസംബ്ലി വെച്ചാണ് കേട്ടോ. നിലവിൽ കാർബറേറ്റർ അസംബ്ലി നമുക്ക് ഹോണ്ടയുടെ ആക്റ്റീവയ്ക്ക് വരുമ്പോഴത്തേക്കും 2462 കാർബറേറ്റർ അസംബ്ലി വരുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ പെട്രോളിൻ്റെ ഒരു പൈപ്പ് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു ഗ്യാസ്കറ്റൊക്കെ മാറ്റി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ പുതിയ കാർബറേറ്റർ അസംബ്ലി ആണെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു പ്രോബ്ലം അറിയാമല്ലോ. നമുക്കിപ്പോൾ E20 പെട്രോളാണ് നമുക്ക് കിട്ടുക, എത്തനോളാണ് അതിനകത്ത് ഉള്ളത്. അപ്പോൾ അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് അതിനകത്ത് ഓക്സിഡേഷൻ നടക്കണം. മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ വണ്ടി ഉപയോഗിക്കാണ്ടിരുന്ന ഉറപ്പായിട്ടും വരും കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ അത്ര തന്നെ അങ്ങോട്ട് വന്നില്ല. അപ്പോൾ പരമാവധി കാർബറേറ്റർ മോഡൽ വണ്ടികളുള്ള കയറ്റി വയ്ക്കാതിരിക്കാൻ നോക്കാം. ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്, എന്നിട്ടും ഈ വണ്ടിക്ക് കംപ്ലൈൻറ്റ് വന്നു. അപ്പോൾ ശരിക്കും ദ്രവിച്ചു പോയേക്കണം അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ. അപ്പോൾ പുതിയ കാർബറേറ്ററാണ് വെച്ചേക്കണമെങ്കിൽ പോലും വന്ന് കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യതയൊക്കെ നിലവിലുണ്ട്. അത് പെട്രോളാണ് അതിൻ്റെ മെയിൻ വില്ലൻ. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കണുണ്ട്. അത് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിച്ചോളാം കേട്ടോ.